അടയാളപ്പെടുത്തുക കാലമേ ഇത് ഘടികാരങ്ങൾ നിലക്കുന്ന സമയം. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവ് എഴുന്നള്ളുന്നു. ആരോപണങ്ങൾക്കും കേസുകൾക്കൊക്കെ രാഹുലേട്ട ഇന്ന് ചുട്ട മറുപടി കൊടുക്കുമായിരിക്കും. ഇപ്പൊ എന്താ അസുഖം വെച്ചാ പറ. പിണ്ടാമയ്യേ, അയ്യോ അയ്യോ എന്തൊക്കെയായി കാണിക്കുന്നേ? എന്ത് പറ്റി? എന്നോടൊന്നും മിണ്ടാതെ ഇറങ്ങി പോയതാണല്ലോ രാവിലെ. അത്രേ ഉള്ളൂ. ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഞാൻ കിടന്നില്ല. മിണ്ടുന്നില്ലേ? രാഹുലേട്ടയ്ക്ക് ഒന്നും പറയാനില്ല. തുടർന്നോളൂ. നിങ്ങൾക്ക് അയച്ചിട്ട് എനിക്ക് അയച്ചത് അപ്പൊ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് അയച്ചിട്ട് എനിക്ക് അയച്ചത് അതിന് ഇന്ന് ചോദിക്കരുത്. ഈ കാര്യത്തിലൊക്കെ KPCC പ്രസിഡന്റ് ഒറ്റ നിലപാടുള്ളോ? സ്ത്രീ വിരുദ്ധതയിൽ അടിയുറച്ചു നിന്ന് പരാതിയുമായി വരുന്ന യുവതികളെ ഒറ്റപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നിഷ്കളങ്കരെ സംരക്ഷിക്കണം. തെരഞ്ഞെടുപ്പിന്റെ അന്ന് പോലും സണ്ണി സാറ് നല്ല ഫോമിലാണല്ലേ. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത്? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഇനി സതീശേട്ടൻ രംഗത്ത് വരട്ടെ. എന്തിനാണോ? ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു രീതി അറിയില്ലേ? രാവിലെ ഒരാൾ വന്നിട്ട് ഒരു അഭിപ്രായം പറയും, ഉച്ചയ്ക്ക് ശേഷം വേറൊരാൾ വന്നിട്ട് അത് തള്ളും. വർഷങ്ങളായി ആചാരം അത് തെറ്റിക്കാൻ പറ്റിയ. അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി സംസാരിക്കരുത്. അത് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥകൾ പറയട്ടെ. പോലീസ് അന്വേഷിച്ചാലും ഇല്ലെങ്കിലും സണ്ണി സാർ മൊത്തം അന്വേഷിച്ചിട്ട് സത്യം കണ്ടെത്തിയിരിക്കുന്നു. അതൊരു വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ്, രാഷ്ട്രീയ പ്രേരിതാണ്, മൊത്തം കളത്തരാണ്. എന്റെ മുമ്പിൽ കിടന്ന് നീ നാടകം കളിച്ചാലുണ്ടല്ലോ. എന്റെ വല്യമ്മാവ ഞാനിന്ന് രാവിലെ കളിച്ച നാടകം തന്നെ നമ്മുടെ ഫിലിപ്പോസിന് വേണ്ടി. ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്താലും ഒരു തെറ്റുമില്ല. താമസം ഉണ്ടായി എന്നോർത്ത് 2 കൊല്ലം മുമ്പ് നടത്തിയ ഒരു ഒഫൻസ് അല്ലാതെ വന്നില്ല. പ്രതിപക്ഷ നേതാവ് പരസ്യങ്ങളെ തിരുത്തിയ സ്ഥിതിക്ക് അത് മാറ്റി പറയുന്നതാണല്ലോ അതിന്റെ ഒരു ഇത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. വെൽ ഡ്രാഫ്റ്റഡ് ആണെങ്കിൽ പോലും അതിലെ ലീഗലായിട്ടുള്ള എതിർവശങ്ങൾ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയപ്പോൾ അതും കോടതി വിലയിരുത്തിയിട്ട് ഞാൻ ആ ഓർഡർ വായിച്ചു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ അവര് നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളൂ. നിങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ് ശരിയാവില്ല കേട്ടോ. സ്ഥിരത വേണം, സ്ഥിരത. താൻ എന്താ കോലിട്ട് കളക്കണേ? അതേസമയം മറ്റൊരു യൂണിവേഴ്സിറ്റി വരുന്നു. ഒന്നങ്ങനെ മാറി കൊടുക്ക്. ദിലീപിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടി മീഡിയ പറയണം. അയ്യോ എന്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞൂടാതെ മറുനായോട് പറഞ്ഞു കൊടുക്കണ. എന്തിന്? എങ്ങനെയുണ്ട് രാഹുൽജി ജയിൽ ജീവിതമൊക്കെ? 11 കിലോ കുറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു. തീർന്നില്ല. 5-6 ബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. സങ്കടം വരുന്നു കേൾക്കുമ്പോ. പുരുഷന്മാർ ഇതൊക്കെ കാണണ്ട. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിട്ടാണ് ആ പാവി കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നത്. മെൻസ് കമ്മീഷൻ വേണ്ട ഇതുകൊണ്ടാണ്. 11 കിലോഗ്രാം കുറഞ്ഞു. 11 ദിവസമായി. ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ചിക്കൻ 65, തന്തൂരി 25, മട്ടൺ 85. ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. കിഡ്നിയിലേക്ക് പ്രശ്നമാവുന്നു ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് 4 ദിവസം വെള്ളം ഇല്ലാതെ കഴിഞ്ഞു, 5 ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? എടുത്തോ എടുത്തോ എടുക്കടോ. കെട്ടി. എവിടെ ശവം? ഞാനിപ്പോ ശവമാകും. എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോകും. എന്റെ ചാട്ടി വേഗം. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. മെൻസ് കമ്മീഷൻ വേണ്ടതിന്റെ ആവശ്യകത ഇപ്പൊ മനസ്സിലായില്ലേ? മെൻസ് കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ 11 കിലോ കുറയായിരുന്നോ? നിങ്ങൾ വാദിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും ദിലീപൊക്കെ ഇപ്പൊ പുറത്തില്ലേ? ഇനിയിപ്പോ അതാലോചിച്ച് അങ്ങോട്ട് ആശ്വസിക്കുക. എന്റെ ഹൃദയത്തിൽ നന്മ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവൻ തന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞാൻ പോവുകയാണ്. സമയം കഴിഞ്ഞു. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.